എക്സൈറ്റഡ് ആണോ? പെട്ടെന്നൊന്ന് വന്നിരുന്നെങ്കിൽ എനിക്കും അമ്മയാണ് പറഞ്ഞത് നമ്മള് അങ്ങനെ ചെയ്തിട്ട് അഭിനയിക്കണമെന്ന്. ഈ ചേച്ചിയും എന്റെ സ്വന്തം ചേച്ചിയും കൂടി എന്നെ കൂട്ടാണ്ട് ഇവർ തമ്മിൽ ഫ്രണ്ട്സ് ആവും. അപ്പൊ ഞാൻ എന്നെ കൂട്ടത്തില്ലേ ഇവര്. അതാണ് വെറുതെ ഇത്. ആണോ? ഞാൻ അല്ലാണ്ട് ദേഷ്യമൊന്നും പിടിക്കാറില്ല, ഇതിന് മാത്രമേ പിടിക്കാറുള്ളൂ. എനിക്ക് വിജയനെ കാണണം ഭയങ്കര ആഗ്രഹമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നടനാണ് വിജയ്. കൊറേ ഭക്ഷണം കഴിക്കണ്ടേ നല്ല വലിയ കുട്ടികളാവുള്ളൂ അന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നമുക്ക് വലിയ കുട്ടിയാന്ന് ഇഷ്ടമല്ല, കുഞ്ഞുകുട്ടി കളക്ടർ. അപ്പൊ കളക്ടർ കളക്ടറും ആക്ട്രസും. ചേച്ചിന്റെ വീട്ടിൽ നെട്ടും നിങ്ങള്. കൊറേ ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ അറിയുന്ന പുലി പിടിക്കുന്ന സീൻ ഉണ്ടെന്നൊക്കെ. ഓഡീഷൻ കണ്ടിട്ട് വിളിച്ചു. അപ്പൊ ഇവളൊന്നേരം ഉണ്ടായിട്ടില്ല, എന്റെ കഴിഞ്ഞിട്ടായിരുന്നു ഇവളെ ഉണ്ടായി. അപ്പൊ എനിക്കറിയില്ല ഇവളാന്ന് എന്റെ നെറ്റിയാകുക. പൃഥ്വി സാറും പറഞ്ഞു കറക്റ്റ് പാർവതീച്ചിനെ പോലെ ഉണ്ട്. ക്യൂ സ്റ്റുഡിയോയിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഐനോബഡി എന്ന സിനിമയിലെ 2 കുട്ടി താരങ്ങളാണ്, ഐറക്കുട്ടി ആൻഡ് നക്ഷത്ര. വെൽക്കം ടു ക്യൂ സ്റ്റുഡിയോ. താങ്ക് യു. എന്തെല്ലാം ഉണ്ട് വിശേഷം? സുഖാണോ? സുഖം. സിനിമ ഇറങ്ങാൻ പോവാണല്ലോ, അപ്പൊ ഈ കുറച്ച് ദിവസങ്ങൾ എങ്ങനെ തോന്നുന്നു? എക്സൈറ്റഡ് ആണോ? എക്സൈറ്റഡ്. പെട്ടെന്നൊന്ന് വന്നിരുന്നെങ്കിൽ കാണാൻ കൊതിയായോ? എങ്ങനെയുണ്ടായിരുന്നു? പൃഥ്വിരാജ് എന്താ വിളിക്കുക? അങ്കിൾ? പൃഥ്വിയങ്കിൾ? പപ്പയും മമ്മയും. എങ്ങനെയുണ്ട് പാർവതി ആന്റി, പൃഥ്വിയങ്കിൾ, പപ്പ മമ്മ അവരോട് അഭിനയിക്കാൻ? അടിപൊളിയാ, ഭയങ്കര ഫ്രണ്ട്ലിയാ. എനിക്ക് നല്ല സന്തോഷമായി അവരോട് അഭിനയിച്ചത്. ഞാൻ ഓർത്തില്ല ഇങ്ങനെ കിട്ടുമെന്ന്. എനിക്ക് ആണോ? ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അവര്? നല്ല ഫ്രീ ആയിട്ടുള്ള. ഞാൻ പോയിട്ട് വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സെറ്റ്. ആണോ? നിങ്ങളിപ്പോ എത്ര സിനിമ ചെയ്തു? എന്റെ 2ാമത്തെ ഫിലിമാണിത്, 3ാമത്തെ ഉന്മാദം. മോളുടെ 6 സിനിമ ചെയ്തു അല്ലേ? അതിൽ തന്നെ ഇപ്പൊ ഇനി ഇറങ്ങാൻ പോകുന്ന 3 സിനിമ കന്നഡ, മലയാളം. എന്ത് തോന്നി? 3 സിനിമകളിലും അച്ഛൻ മകൾ കോംബോ ആണ്. മലയാളത്തിലെയും തെലുങ്കിലെയും കന്നഡയിലെയും മെയിൻ ആയിട്ടുള്ള സൂപ്പർ സ്റ്റാറുകൾ എന്ന് പറയാൻ പറ്റുന്ന 3 ആക്ടേഴ്സിന്റെ കൂടെയാണ് അഭിനയിക്കുന്നത്. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു? അച്ഛന്മാരെല്ലാം ഭയങ്കര, അതായത് എന്നോടെല്ലാം ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ആദ്യം കണ്ടുമുട്ടിയപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് എന്നോട് സംസാരിക്കും, കളിക്കുകയെല്ലാം ചെയ്യും. പിന്നെ അന്നേരം എനിക്ക് ആ ഒരു പേടിയും മടിയെല്ലാം പോയി കിട്ടി, അത്രയും ഫ്രണ്ട്ലി ആയതുകൊണ്ട്. അപ്പൊ അങ്ങനെ അങ്ങ് ചെയ്തു പോയി. ആരുടെയൊക്കെ കൂടെ അഭിനയിച്ചേ? ഞാൻ ഇരുമുടിയില് രവിതേജ സാറിനപ്പുറം, പിന്നെ കന്നഡയില് ശിവരാജ് കുമാർ സാറിനപ്പുറം, മലയാളത്തില് പൃഥ്വിരാജ്. മോള് മുന്നേ ആശാനില് അഭിനയിച്ചിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്ദ്രൻ സാറിന്റെ കൂടെ അഭിനയിക്കുമ്പോ? നല്ലായിരുന്നു. പിന്നെ എനിക്ക് ആ സെറ്റിൽ പോയപ്പോ തെറ്റിക്കഴിഞ്ഞാൽ അവരെന്തേലൊക്കെ പറയൂന്നുള്ളൊരു പേടി ചെറുതായിട്ടുണ്ടായി. പക്ഷെ ഈ നോബഡീന്റെ സെറ്റ് നല്ല കൂളായോണ്ട് ആ പേടി എനിക്ക് അവിടെ ഉണ്ടായില്ല. എങ്ങനെയുണ്ട് നിസാം ബഷീർ, നിസാം അങ്കിൾ എന്താ വിളിക്കുക? ബ്രോ. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ബ്രോ സെറ്റില്? കമ്പനി ആയിരുന്നു. നിങ്ങക്ക് സെറ്റില് ഇഷ്ടപ്പെട്ട മറക്കാൻ പറ്റാത്ത ഒരു മൊമെന്റ് എന്താ? എല്ലാം ഉണ്ട്. എല്ലാം ഇഷ്ടമാണ്. ഇപ്പൊ സിനിമയിൽ കുറെ ഫൈറ്റ് സീനൊക്കെ ഉണ്ട്. അതായത് നമ്മൾ ട്രെയിലറൊക്കെ കാണുമ്പോ നിറയെ ഫൈറ്റ് സീനാണ്. നിങ്ങൾ ഫൈറ്റ് സീൻ വല്ലതും കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ മുന്നില് അല്ലെങ്കിൽ നിങ്ങളുള്ള സീനില് ഫൈറ്റ് സീൻ ഉണ്ടായിരുന്നോ? ഇല്ലാന്ന് തോന്നുന്നു. നിങ്ങക്ക് ടിപ്സ് വല്ലതും പറഞ്ഞു തന്നിട്ടുണ്ടോ? ഇങ്ങനെ അഭിനയിക്കാം, ഇങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും? എന്തൊക്കെയായിരുന്നു? അതായത് ഇപ്പം എനിക്ക് അമ്മയാണ് പറഞ്ഞത് നമ്മള് അങ്ങനെ ചെയ്തിട്ട് അഭിനയിക്കണോന്ന്. അപ്പൊ ഞാൻ ഇപ്പൊ അങ്ങനെ ചെയ്തിട്ടാ തുടങ്ങി. എനിക്ക് 2-3 ടിപ്സ് പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് ടേക്ക് എടുക്കാൻ പോകുന്ന സമയത്ത് സാറ് പറഞ്ഞുതരും എനിക്ക് എങ്ങനെയാ ചെയ്യേണ്ടത്. പറ്റി സാറ് പറഞ്ഞുതരും എങ്ങനെയാ ചെയ്യേണ്ടതെന്നല്ല, പറഞ്ഞുതരുമ്പോ അങ്ങനെ തന്നെ ചെയ്തു കൊടുക്കും. ടെൻഷൻ ഉണ്ടായിരുന്നോ ഫസ്റ്റ് ഇവരെ കാണുമ്പോ, അല്ലെങ്കിൽ അഭിനയിക്കാൻ പോവാണ് എന്നൊക്കെ പറയുമ്പോ? എനിക്ക് ആദ്യം ചെറിയ പേടി ഉണ്ടായിന്, കാരണം തെറ്റിക്കഴിഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും പറയൂ, ചെറിയ പേടി. പക്ഷേ പിന്നെ ആ സെറ്റിൽ ഞാൻ എല്ലാരോടും കമ്പനി ആയതിനു ശേഷം എനിക്ക് ആ പേടിയൊന്നും ഉണ്ടായിട്ടില്ല. എനിക്കുണ്ടായില്ല. നല്ല ഫ്രണ്ട്ലി ആയിരുന്നു ആ സമയത്തൊക്കെ. ഇപ്പോഴും ദൂരെ തന്നെയാ. പൃഥ്വിരാജ്, പാർവതി അങ്ങനെ വലിയ ആൾക്കാരുടെ കൂടെ അഭിനയിക്കാൻ പോവാണെന്ന് സ്കൂളിൽ പറഞ്ഞപ്പോ ഫ്രണ്ട്സ് ഒക്കെ എന്താ പറഞ്ഞത്?
ഫ്രണ്ട്സ് പറഞ്ഞാണോ എപ്പോഴാ ഫിലിം ഇറങ്ങുന്നതെന്നൊക്കെ പറയാറുണ്ടായി. ആണോ? അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഈ മാസം 9-ാം തീയതിയാണ്. സെയിമാ, എന്നോട് എല്ലാരും ചോദിക്കലുണ്ട്. പിന്നെ പകുതിയും ഫ്രണ്ട്സിനെല്ലാം അറിയാം ഈ ഇൻസ്റ്റയിൽ ഇങ്ങനത്തെ പോസ്റ്റും അതിലിട്ടപ്പോ ഫ്രണ്ട്സിനെ ചോദിച്ച് എന്നാ എപ്പോ ഇറങ്ങുന്ന ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു 9-നാ, എല്ലാരും പോയി കാണുന്നെല്ലാം പറഞ്ഞു ഫ്രണ്ട്സിന്. പിന്നെ മിസ്സുമാരുടെ ഒരു സപ്പോർട്ടിലാണ് ഇത് പോകുന്നത്. കാരണം ഈ ക്ലാസ് മിസ്സാകുമ്പോൾ അതിന്റെ നോട്ടൊക്കെ ഞങ്ങൾക്ക് തരാറുണ്ട്. പിന്നെ മിസ്സുമാരൊക്കെ ഫുൾ സപ്പോർട്ടാണ്. ഞങ്ങളുടെ അവിടുത്തെ പ്രിൻസിപ്പൽ സാറാണേലും പ്രിൻസിപ്പൽ മാം ആണെങ്കിലും ഒക്കെ ഫുൾ സപ്പോർട്ടാണ്. ആണല്ലേ? ഐറക്കുട്ടിക്ക് ഒരു ചേച്ചിയാണുള്ളത്. ഇപ്പം നമുക്ക് റീലിൽ ഒരു ചേച്ചീനെ കിട്ടി അല്ലേ? അപ്പൊ 2 ചേച്ചിമാരായി. എങ്ങനെയുണ്ട് 2 ചേച്ചിമാരുടെ അനിയത്തിക്കുട്ടിയായിട്ടിരിക്കാൻ? ഇത് എന്ന് വെച്ചാ ഈ ചേച്ചിയും എന്റെ സ്വന്തം ചേച്ചിയും കൂടി എന്നെ കൂട്ടാണ്ട് ഇവർ തമ്മിൽ ഫ്രണ്ട്സ് ആവും. അപ്പൊ ഞാൻ എന്നെ കൂട്ടത്തില്ലേ ഇവര്. അതാണ് ഇവരുടെ ഇത്. ആണോ? ഞാൻ അല്ലാണ്ട് ദേഷ്യമൊന്നും പിടിക്കാറില്ല, ഇതിന് മാത്രമേ പിടിക്കാറുള്ളൂ. എന്ത് ഇതിനാണ് ഞാൻ പിടിക്കാറുള്ളത്. നിങ്ങള് സെറ്റിൽ എങ്ങനെ ഭയങ്കര കമ്പനി ആയിരുന്നോ? ശരിക്കുള്ള ചേച്ചി പോലെ തന്നെയാണ് ഞങ്ങള് കണ്ടത്. വഴക്കിട്ടിട്ടുണ്ടോ? എത്ര വട്ടം? സീനുണ്ടോ? നിങ്ങൾ വഴക്കിടുന്ന സീൻ വല്ലതും ഉണ്ടോ സിനിമയില്? അത് ഓർക്കുന്നില്ല. പക്ഷെ അല്ലാണ്ട് നിങ്ങള് വഴക്കിട്ടിട്ടുണ്ടല്ലേ? അല്ലാണ്ട് കൊറേ പ്രാവശ്യം. ഒന്നും കൂടി വഴക്കിട്ടത്. പകുതി അടിയിടുന്നത് അതിന് വേണ്ടിട്ടാണ്. ഞാന് അവളോട് പോയി മിണ്ടുമ്പോ അടി കൂടുന്നത് പകുതി 3/4 ഭാഗം അതിന് വേണ്ടിട്ട്. അല്ലാണ്ട് അങ്ങനെ അടി കൂടലില്ല. ആരുടെ കൂടെ അഭിനയിക്കാനാ ഇനി താല്പര്യമുള്ള? ഇന്ന നടന്റെ കൂടെ അഭിനയിക്കണം എന്ന് ആലോചിക്കുമ്പോ ആദ്യം വരുന്ന പേരായിരുന്നു? ഞാൻ പറയാം വിജയ്. ഓ, അപ്പൊ വിജയ് സിനിമയൊക്കെ നിർത്തി എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ നിങ്ങക്ക് വിഷമായോ? ചെറുതായിട്ട്. വിജയിന്റെ അടുത്ത് എന്താ പറയാനുള്ളത് നിങ്ങക്ക്? എനിക്ക് വിജയനെ കാണണം ഭയങ്കര ആഗ്രഹമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നടനാണ് വിജയ്. ആണോ? സെയിം. രണ്ടാളും വിജയ് ഫാൻസ് ആണ്. പിന്നെ ആക്ട്രസ് എന്ന് പറഞ്ഞ മഞ്ജു വാര്യർ. സെയിം. ആണോ? നിങ്ങൾ ശരിക്കും അനിയത്തി ചേച്ചി തന്നെയാണോ? പക്ഷെ നിങ്ങക്ക് ഫുട്ബോളില് വ്യത്യാസം ഉണ്ടല്ലേ? ഫുട്ബോൾ ഫാൻ ആയതാ? അർജന്റീന, പോർച്ചുഗൽ. അതെന്താ അത് മാത്രം വ്യത്യാസമായി പോയെ? വേറെ എന്തൊക്കെയാ നിങ്ങൾ തമ്മിലുള്ള സാമ്യം പറഞ്ഞ കേക്കട്ടെ. എന്നോട് പാട്ട് പാടുവോ? ഞാൻ പാടും. എന്ന് എനിക്കൊരു പാട്ട് പാടിത്തരും. ആശാന്റെ പാട്ട് പാടാം. കുഞ്ഞിക്കാവിൽ മേഘമേ തുള്ളിത്തുളുമ്പാതെ നീ പന്നിച്ചുരുൾ മാനസം നുള്ളിക്കെടുത്താതെ നീ വെറുമൊരു തൂവൽ കൊണ്ട് മുറിയും ചെറുമുന നോക്കുകൊണ്ട് വിളരും എഴുതാത്ത ഏജസിന്റെ മുഖവും വഴിവാക്കൊരായിരം. ലൊക്കേഷനിൽ ഇഷ്ടമുള്ള ഫുഡൊക്കെ എന്തായിരുന്നു? ഞാൻ ചപ്പാത്തി പരിപ്പേറി. പിന്നെ എന്റെ കോമ്പിനേഷൻ ആണ് ചപ്പാത്തി പരിപ്പേറി, കോമ്പിനേഷനും ഇല്ലാത്ത കോമ്പിനേഷൻ തൈര് പപ്പടം ഇതെല്ലാം മിക്സ് ചെയ്തിരിക്കും. മോക്ക്? എനിക്ക് പറഞ്ഞാൽ നോർമലി ഉണ്ടാവുന്ന ഫുഡ്. ഞാൻ ചില ദിവസം ചപ്പാത്തി എല്ലാം കഴിക്കല്ലോ, എല്ലാത്ത ദിവസം ചോറ്. ചേച്ചി ചോറ് പകുതി കഴിക്കും, എന്നിട്ട് മതി. അടുത്തതിന്റെ പകുതി കൊറേ ഭക്ഷണം കഴിക്കണ്ടേ? നല്ല വലിയ കുട്ടികളാവുള്ളൂ അന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നമുക്ക് വലിയ കുട്ടിയാന്ന് ഇഷ്ടമല്ല, കുഞ്ഞുകുട്ടി പറഞ്ഞാലേ നിൽക്കും. ഓക്കെ, അപ്പം വേറെ ലൊക്കേഷനിലൊക്കെ പോയിട്ട് ഷൂട്ട് ഉണ്ടായിട്ടുണ്ടോ? പോയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ലൊക്കേഷൻ ഏതാ? എനിക്ക് തന്നെ അധികം എനിക്ക് ആ ഫ്ലാറ്റിന്റെ ഒരു ഇതില് ഈ മമ്മ പറഞ്ഞ ആ ഫ്ലാറ്റില്ലേ, അത് ആർട്ടിഫിഷ്യൽ ആണ്, അവിടെയാണ് എനിക്കിഷ്ടം. ആണോ? എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ അച്ഛൻ, അമ്മ, പപ്പ മമ്മ എന്നാണോ വിളിക്കണേ? ഓക്കെ, പപ്പ മമ്മ, നിങ്ങൾ 2 മക്കൾ, എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? നല്ലായിരുന്നു. എനിക്ക് നല്ല ഇതായിരുന്നു, എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സെറ്റ് തന്നെയാണത്. ശരിക്കും അമ്മയും അച്ഛനെയും പോലെ തോന്നിയോ? തോന്നി. അവരൊക്കെ നല്ല ഫ്രണ്ട്ലിയാ. നക്ഷത്ര ചെറുതായിരിക്കുമ്പോഴേ റീൽസ് ഒക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ടല്ലോ. ഞാൻ LKG. അപ്പൊ
LKG തൊട്ടാണ് തുടങ്ങി. ആദ്യം ചെയ്തു തുടങ്ങുമ്പോ ഇങ്ങനെ ടെൻഷനൊക്കെ ഉണ്ടായോ? അല്ല ഭയങ്കര കൂള് ഇപ്പോഴുള്ള പോലെ? റീൽസ് ചെയ്യാൻ നമുക്ക് അത്ര വലിയ ടെൻഷൻ ഇല്ല, കാരണം അമ്മ ഉണ്ടല്ലോ. അമ്മ എനിക്ക് എങ്ങനെയെങ്കിലും പറഞ്ഞത് ചെയ്യിപ്പിക്കും. ഞാന് പിന്നെ സ്കൂൾ മാറി ചേർന്നു 4ാം ക്ലാസ്. 4ാം ക്ലാസ് തൊട്ടാണ് എനിക്കിങ്ങനെ സിനിമയിലേക്ക് അവസരങ്ങളെല്ലാം വന്നു തുടങ്ങി. പിന്നെ അന്നേരം ചെറിയൊരു ടെൻഷൻ ഉണ്ടായി, അഭിനയിക്കുമ്പോൾ എന്തായിരിക്കും അവസ്ഥ, നല്ലതായിരിക്കുമോ, വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. റീൽസ് ചെയ്യാറുണ്ടോ? ഞാൻ ഒന്ന് തുടങ്ങിയ പണ്ട് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് ഇങ്ങനെ അധികമില്ല. പണ്ട് തുടങ്ങി ഉമ്മി പറഞ്ഞാണ് ഇടിപ്പിക്കാറ്. സിനിമ അല്ലാണ്ട് രണ്ടാക്കും വേറെന്താ ഇഷ്ടം? കളക്ടർ. അപ്പൊ കളക്ടറും ആക്ട്രസും. ചേച്ചിന്റെ വീട്ടിൽ നെട്ടും നിങ്ങള്. നീ എന്താ പറഞ്ഞെടുത്തോ? ചേച്ചി നീ പറ. ആർമിയും ആക്ട്രസും. എന്താ ഹോബീസ് നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോ നിങ്ങൾ എന്തൊക്കെയാ ചെയ്യല്? എനിക്ക് ഡ്രോയിങ് ഇഷ്ടമാണ്. അതിനെക്കാട്ടി ഇഷ്ടം എനിക്ക് ജേണലാ. എനിക്ക് സ്റ്റിക്ക് കളക്ഷൻസ് ഉണ്ട്. പിന്നെ എനിക്ക് ജേണൽ ഇഷ്ടം, ഡ്രോയിങ് ഇഷ്ടം, കളറിങ് ഇഷ്ടം, പിന്നെ ഒളിച്ചാൻ സാറ്റൊക്കെ ഭയങ്കര ഇഷ്ടം. ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന സിനിമയില് അഭിനയിക്കാൻ വരാനൊക്കെ? എൻ്റെ ഉമ്മയും പിന്നെ എൻ്റെ പപ്പേൻ്റെ ഉമ്മായും, അവർ രണ്ടുപേരും. നമുക്ക് കരയാനുള്ള സീനൊക്കെ ഉണ്ടായിട്ടുണ്ടോ സിനിമയില്? ഉണ്ടായിട്ടുണ്ട്. ഇപ്പം സാധാരണ ഭയങ്കര രസമായിട്ട് നിൽക്കുന്നതാണോ, കരയാനുള്ള സീനൊക്കെ അഭിനയിക്കുന്നതാണോ കുറച്ച് പ്രയാസമായിട്ട് തോന്നി? കരയാൻ പക്ഷെ എനിക്ക് കരയാനുണ്ട് സീൻ. അത് ഈ സിനിമയിലല്ല, തെലുങ്കിലും പിന്നെ കന്നഡയിലെല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോ പൃഥ്വിരാജും പാർവതിയും അവര് വന്ന പല ഇന്റർവ്യൂ സാധനങ്ങളിലും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ രണ്ടുപേരും ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള ആക്ടേഴ്സ് ആണ്, അതേപോലെ തന്നെ ഭയങ്കര വികൃതി കുട്ടികളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ നിങ്ങക്ക് പറയാനുള്ളത്? ഉള്ളതല്ലേ, ഉള്ളതാ പറയുന്നത്. ഇപ്പൊ വിജയിനെ ഇഷ്ടാന്ന് പറഞ്ഞു. മലയാളത്തിൽ ആരെ ഇഷ്ടം? മോഹൻലാലിനോട് അഭിനയിക്കണം എന്നില്ല അപ്പൊ? ആരെ ഇഷ്ടം? അങ്ങനെയല്ലേ, എനിക്ക് എല്ലാവരും ഇഷ്ടമാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ ഇഷ്ടം വിജയിനെയാണ്. ഇപ്പൊ ഐനോബഡിന്റെ ലൊക്കേഷനില് നിങ്ങക്ക് എന്താ ഗിഫ്റ്റ് ഒക്കെ കിട്ടിയോ? ലബൂബ് കിട്ടി. ആണോ? രണ്ടാക്കും? ഇവക്ക് സീക്രട്ടും എനിക്കൊരു പിങ്ക് കളർ ഇഷ്ടായി, സന്തോഷായി. അപ്പം അതേപോലെ ഞാൻ അയറക്കുട്ടിന്റെ ഇൻസ്റ്റ നോക്കിയപ്പോ പിറന്നാൾ സെലിബ്രേഷന്റെ വീഡിയോ കണ്ടു. അപ്പൊ അത് മീൻസ് നമ്മളിങ്ങനെ എല്ലാരും കൂടെ ഭയങ്കര രസമായിട്ട് പിറന്നാൾ ആഘോഷിച്ചല്ലോ. അപ്പൊ എന്താ തോന്നിയ, സന്തോഷായോ? ഞാൻ ഓർത്തില്ല അങ്ങനെ ഉണ്ടാവുന്ന്. ഉമ്മീനോടൊക്കെ പറഞ്ഞു കാണും ചിലപ്പോ, എനിക്കറിയില്ലായിരുന്നു. ഞാൻ ചെന്ന് നോക്കിയോ കേക്ക് അന്ന് പാർവതി ആൻറ്റി പോകുന്ന ദിവസമായിരുന്നു, മമ്മ പോകുന്ന ദിവസമായിരുന്നു. അപ്പോൾ അന്ന് ലാസ്റ്റ് ദിവസമല്ലായിരുന്നു, പോകുന്ന ദിവസമായതുകൊണ്ട് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അന്ന്. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്ത് ഞാൻ എല്ലാവർക്കും മിഠായിയൊക്കെ കൊണ്ട് കൊടുത്തു. മിസ് ചെയ്യുന്നുണ്ടോ ഇപ്പൊ അവരെ? പിന്നെ കണ്ടോ? കണ്ടായിരുന്നു. ഡബിങ്ങിന് വന്നപ്പോ കണ്ടു. പിന്നെ ആന്തം റിലീസിന് ബ്രോ ഉണ്ടായില്ല. കൊറേ സിനിമ വരട്ടെ ഇനിയും അല്ലേ? വലിയ ആളാവണ്ടേ? വലിയ നടിയാവാനാണോ താല്പര്യം? റീല് കണ്ടിട്ടാണോ സിനിമയിലേക്ക് വരുന്നത്? അപ്പം ആദ്യത്തെ ഒരു ഫസ്റ്റ് കോൾ ഉണ്ടാവുമല്ലോ, എങ്ങനെയായിരുന്നു അത് എക്സ്പീരിയൻസ് ചെയ്തത്? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയാണ് ഈ റീൽസ് എല്ലാം എടുക്കുന്നത്. അപ്പൊ അമ്മേനെയാന്ന് പറഞ്ഞാൽ ആദ്യം കോണ്ടാക്ട് ചെയ്ത് അമ്മയാണ് മുഴുവൻ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കതിനെ പറ്റി വലിയ അറിയൊന്നുമില്ല, കാരണം ഫസ്റ്റ് ടൈം അല്ലേ. അങ്ങനെ എന്നെ വിളിച്ച് കോണ്ടാക്ട് ചെയ്ത് ഞാൻ സിനിമയിലേക്ക് കയറി. പക്ഷെ എനിക്ക് അതിനകത്ത് അങ്ങനെ ഡയലോഗൊന്നും ഉണ്ടായിട്ടില്ല, ജസ്റ്റ് സീനാ. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ടൈം അല്ലേ, അപ്പൊ ചെറിയൊരു പേടിയുണ്ട്, ഇനിയിപ്പോൾ തെറ്റിക്കഴിഞ്ഞാൽ ഓർ എന്തെങ്കിലും പറയുമോ, തമിഴും അത്. അപ്പോൾ ഡയലോഗ് ഇല്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാലും എനിക്ക് പറ്റുന്നത്രത്തോളം ഞാൻ ചെയ്തു കൊടുത്തിന് അവർക്ക്. അപ്പം ഇപ്പൊ ലാംഗ്വേജ് തമിഴിൽ അഭിനയിച്ചു, മലയാളം, കന്നഡ, തെലുങ്ക്. അപ്പം ലാംഗ്വേജ് ഒക്കെ എങ്ങനെ സെറ്റ് ആയോ? മറ്റു ഭാഷയൊക്കെ? ഞാന് കന്നഡയില് ഡയലോഗ് ഉണ്ടായില്ല പറയുന്നത് ഉണ്ടായിന്, പക്ഷെ കന്നഡ എനിക്ക് അങ്ങനെ അറിയില്ല, കുറച്ചേ അറിയൂ. പക്ഷെ തെലുങ്കില് ഞാൻ അത്യാവശ്യം കുറെ ദിവസം ഉണ്ടായിന്.
അപ്പൊ എനിക്ക് അതിനകത്ത് 60-70ഓളം ഡയലോഗ് ഉണ്ട്. ഡയലോഗ്സ് ഉണ്ടായതുകൊണ്ട് ഞാൻ അതും ഫസ്റ്റ് പഠിച്ച്. എനിക്കൊരു ആളുണ്ട്, ഒരു മലയാളി തന്നെ, പക്ഷെ ആൾക്ക് തെലുഗു അറിയാം. അപ്പം എനിക്ക് തെലുഗ് ഡയലോഗ് എന്ത് ചെയ്യും, ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിലേക്ക് ചെയ്ത് തന്നിട്ട് അത് ഞാൻ പഠിക്കും. അത് പഠിച്ചിട്ടാണ് ഞാൻ പറഞ്ഞു കൊടുക്കാം, കാരണം എക്സ്പ്രഷൻ വേണമല്ലോ. പകുതിയും ഞാൻ തെലുഗ് അതിനകത്തൊന്ന് പഠിച്ചു. ഇങ്ങനെ മുഴുവൻ പഠിച്ചു കഴിഞ്ഞപ്പോ പിന്നെ ഓരോ സംസാരിക്കുന്നത് കേട്ടിട്ട് അങ്ങനെ പഠിച്ചു. ഡബിങ്ങും ഞാൻ തന്നെയാണ്. ഇനി ലാസ്റ്റ് പാക്കപ്പിന് വേണ്ടി ഒരു ഡേ ഷൂട്ടുണ്ട്, പിന്നെ ഒരു 5-6 ദിവസം ഡബിങ്. ആദ്യത്തെ സിനിമ ആശാനിലേക്ക് എങ്ങനാ, ആശാനിലേക്ക് വിളിച്ചപ്പോ എന്താ തോന്നിയത്? അത് ഈ ഞാൻ മാത്രമല്ലായിരുന്നു, അതിനകത്ത് കുറച്ച് കുട്ടികളുണ്ടായി. അപ്പൊ ആശാന്റെ സെറ്റിന്നാന്ന് പറഞ്ഞ് ഈ ഒരു പ്രൊഡക്ഷൻ ടീമിന്നാണ്, എനിക്ക് അതിന്റെ പ്രൊഡക്ഷൻ്റെ ഇതറിയില്ല, അവിടുന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ഉമ്മി പറഞ്ഞു വരാമെന്നൊക്കെ പറഞ്ഞു. നമ്മൾ ചെന്നിരുന്നു. എന്നിട്ട് പിന്നെ കുറേ ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ അറിയുന്ന പുലി പിടിക്കുന്ന സീൻ ഉണ്ടെന്നൊക്കെ. നോബഡീന്റെ കോൾ എങ്ങനെയായിരുന്നു? നോബഡിയിലേക്ക് എങ്ങനെയാ നിങ്ങൾ വരുന്നത്? ആശാനില് ഒരു നവീന ചേച്ചി എന്ന് പറഞ്ഞുണ്ടായി. 3 സിനിമ ഉണ്ടല്ലോ അതിനകത്ത് ആശാന്റെ. അപ്പം അതിൻ്റെ ഉള്ളിലത്തെ സിനിമയിൽ ആ ചേച്ചിയായിരുന്നു എൻ്റെ അമ്മ. ആ ചേച്ചി പറഞ്ഞു ഇങ്ങനെ ഒരു ഓഡീഷൻ ഉണ്ട് വന്യം എന്നൊക്കെ പറഞ്ഞ് ഞാൻ വന്നു. എന്നിട്ട് ഞങ്ങൾ പോയിട്ട് വീണ്ടും ഞങ്ങളെ തിരിച്ചു വിളിച്ചു. എന്നിട്ട് തിരിച്ചു വിളിച്ചിട്ട് ഞങ്ങൾ വീണ്ടും ഒന്നുകൂടി ഓഡീഷൻ അറ്റൻഡ് ചെയ്ത് പോയി. അപ്പൊ ഈ ചേച്ചീൻ്റെ വേറെ ആയിരുന്നു പേരായിട്ടൊരു കൊച്ചു. എനിക്ക് ഓഡീഷൻ കണ്ടിട്ട് വിളിച്ചു. അപ്പോൾ ഇവളൊന്നേരം ഉണ്ടായിട്ടില്ല, എന്റെ കഴിഞ്ഞിട്ടായിരുന്നു ഇവിടെ ഉണ്ടായി. അപ്പൊ എനിക്കറിയില്ല ഇവളാന്ന് എന്റെ നിത്യാവുക. പിന്നെ എൻ്റെ ചേച്ചിയായിട്ട് വേറൊരു കുട്ടിയായിരുന്നു, ഇതുപോലെ തന്നെ മുടി ചുരുണ്ടത്. പിന്നെ ഞാനും ഓർത്തു ആ ചേച്ചി ആയിരിക്കും എൻ്റെ പേരെന്ന്. ഇപ്പൊ ഇവിടെ മുടി ചുരുണ്ടതെന്ന് പറഞ്ഞപ്പോഴാണ്, ഇപ്പം പാർവതി തിരുവോത്തിനുമായിട്ട് ഭയങ്കര സാമ്യമുള്ള മുഖാണ്, പെർഫെക്റ്റ് കാസ്റ്റിംഗ് എന്നൊക്കെ പറയാൻ പറ്റും. അപ്പം അങ്ങനെ എല്ലാരും പറയുമ്പോ എന്താ തോന്നുന്നത്? പറയലുണ്ട്, എന്റെ ഈ ഒരു സൈഡ് കണ്ടാല് പാർവതിനെ പോലെ തോന്നും, അങ്ങനെ കുറെ കമന്റ് വരലുണ്ട് പോലെ. പക്ഷെ അതിൽ അധികം വന്നിട്ടുള്ള പാർവതി ചേച്ചിനെ പോലെ ഉണ്ട് എന്നുള്ള. ഈ റീൽസ് എല്ലാം ചെയ്യുമ്പോൾ അടിയിൽ കമന്റ് വരലുണ്ട്, ഇങ്ങനെ പാർവതിനെ പോലെ ഉണ്ട്. പിന്നെ ഈ സിനിമയിലേക്ക് കയറിയപ്പോ നിസാം ബ്രോയും പറഞ്ഞ് പാർവതിനെ പോലെ ഉണ്ട്, പിന്നെ പൃഥ്വി സാറും പറഞ്ഞ് കറക്റ്റ് പാർവതി ചേച്ചിനെ പോലെ ഉണ്ട്. ഓക്കെ, അപ്പം പപ്പയുടെ കുട്ടിയാണോ മമ്മയുടെ കുട്ടിയാണോ സിനിമയില്? മമ്മ. പപ്പ ആണോ? ഓക്കെ. ലൊക്കേഷനിൽ നിങ്ങൾ ഫ്രീ ടൈം കിട്ടുമ്പോ നിങ്ങൾ എന്താ ചെയ്യാ? നിങ്ങൾ ഗെയിമൊക്കെ കളിച്ചിരിക്കോ? നിങ്ങൾ കളിച്ചുകൊണ്ടിരുന്ന ഫേവറേറ്റ് ഗെയിം എന്താ? ഞങ്ങള് ആ സമയത്ത് അങ്ങനെയൊന്നും ഇല്ല, ഞങ്ങൾ ഇക്കിളി കുട്ടിയൊക്കെ കളിക്കും. ചില സമയം ബ്രോന്റെ പട്ടിക്കുട്ടിനെ കൂട്ടിട്ട് വരും, അപ്പൊ അതിന്റെ കൂടെ സ്റ്റീവി അവനെ കളിപ്പിക്കും. സ്റ്റീവിന് നല്ല രസമാ, ഗോൾഡൻ റിട്രീവറാ. അപ്പം സിനിമ ജൂലൈ 9-ാം തീയതി ഇറങ്ങാൻ പോവാണ്. അപ്പൊ നിങ്ങക്ക് ഓഡിയൻസിനോട് എന്താ പറയാനുള്ളത്? എല്ലാരും സിനിമ കാണണം. ഈ മാസം 9-ാം തീയതിയാണ്. നല്ല ഒരു ഫാമിലി മൂവിയാണ്. എല്ലാരും ഫാമിലിനെ കൂട്ടി പോകണം, കാണണം, അഭിപ്രായം പറയണം.